അന്ധമായി അവരെ ആരാധിക്കുന്ന ആളുകളാണ്. സിനിമാ തിയേറ്ററിൽ കഴിഞ്ഞ ടി വിയിൽ വരുമ്പോൾ തുടർച്ചയായി കാണുന്നവർ, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അതിലൊരാളാണ് ഞങ്ങളുടെ ഡെപ്യൂട്ടി എഡിറ്റർ കൂടിയായ അപർണ കുറുപ്പ്. അപർണ വിജയുടെ അസാധ്യായ ഒരു ഫാനാണ്, വിജയ് ചിത്രത്തിൻ്റെയൊക്കെ ആരാധികയാണ്. വിജയ് എന്ന് കേട്ടാൽ എന്താണ് കോരിത്തിരിക്കുന്ന ഒരാളാണ്. അപർണ, ഈ രാഷ്ട്രീയത്തിലേക്ക് നിങ്ങൾക്കൊക്കെ വിഷമുണ്ടാക്കുന്ന കാര്യം, ഇനി വിജയ് ചിത്രങ്ങൾ ഏറ്റവും അവസാനത്തെ വിജയ് ചിത്രം റിലീസാകാൻ പോകുന്നു, അതിനുശേഷം ചിത്രങ്ങളൊന്നും തിയേറ്ററുകളിലേക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അത് വിഷമമുണ്ടാക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും രഞ്ജിത്ത്, സാധാരണ നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ രാഷ്ട്രീയപരമായിട്ടുള്ള വിലയിരുത്തലുകളൊക്കെയാണ് ചെയ്യാറ്, പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ എൻട്രി ആയതുകൊണ്ട്. അതിന് ചന്ദ്രകാന്ത് ഉണ്ട് ഇവിടെ. പക്ഷേ ഇപ്പം ഞാനടക്കമുള്ള ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഗോട്ട് റിലീസിനെത്തുന്നു, അത് കഴിഞ്ഞിട്ട് ദളപതി 69 ഉണ്ട് എന്ന് പറയുന്നു എച്ച് വിനോദ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് അത് അപ്ഡേറ്റ് ഒക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ 2 പടമാണുള്ളത്. ഈ 2 പടം കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എങ്ങനെയാണ് കാണാൻ പോവുക എന്നെ സംബന്ധിച്ചിടത്തോളം, വിജയ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ചധികം വിഷമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഈ കാതലിക്ക് മര്യാദയൊക്കെ തൊട്ടാണല്ലോ പൊതുവെ മലയാളികളൊക്കെ ആ വിജയ് ആരാധനയൊക്കെ തുടങ്ങുന്നത്. നമ്മുടെ അനിയത്തിപ്രാവ് അങ്ങോട്ട് പോകുന്നു, കുഞ്ചാക്ക ബോബൻ ചെയ്ത വേഷം വിജയ് ചെയ്യുന്നു. അങ്ങനെ കുഞ്ചാക്ക ബോബനോട് തോന്നിയിരുന്ന ആ ഒരു വലിയൊരു ആരാധനയൊക്കെ വിജയിലേക്ക് മാറുക, അങ്ങനെ മലയാളികൾക്കിടയിൽ വലിയ തരത്തിലുള്ള ഒരു ഫാൻ ബേസ് വരിക. അപ്പോഴും ഈ മെർസൽ ഇറങ്ങുന്നത് വരെ ഏതെങ്കിലും തരത്തിൽ ഒരു രാഷ്ട്രീയ പ്രവേശനം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയം വിജയ് എന്ന് പറയുന്ന ഒരു സൂപ്പർ താരത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു എന്ന് ആരാധകർ കരുതിയിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. ഈ തുള്ളാതെ മനം തുള്ളുമ്പോഴാണെങ്കിലും ഖുഷിയൊക്കെ ആണെങ്കിലും വളരെ റൊമാൻറ്റിക് ഹീറോകൾ അല്ലെങ്കിൽ ഒരു രക്ഷക ഹീറോകൾ ആ വേഷങ്ങളൊക്കെ ചെയ്യുമ്പോഴും രാഷ്ട്രീയപരമായിട്ടുള്ള റോളുകൾ വിജയ് ചെയ്തിട്ടില്ല. ആ തരത്തിലുള്ള സംഭാഷണങ്ങൾ ഒന്നും വന്നിട്ടില്ല. പക്ഷേ മെർസൽ ഇറങ്ങുമ്പോൾ ഈ നേരത്തെ പലരും പറഞ്ഞതുപോലെ GST വിവാദം വരുന്നു, സംഘപരിവാർ സംഘടനകൾ വലിയ രീതിയിൽ വിജയ്ക്കെതിരെ വരുന്നു, ജോസഫ് വിജയ് ആണ് എന്ന രീതിയിലുള്ള പരാമർശം വരുന്നു. അപ്പോഴാണ് ഈ ഒരുപക്ഷെ എനിക്ക് ആ ഒരു മിനിറ്റ് വരെ എനിക്കറിയില്ലായിരുന്നു അങ്ങനെയായിരുന്നു വിജയുടെ ഫുൾ ഫോം എന്നുള്ളത്. വിജയ് തന്നെ ഒരു തീരുമാനമെടുക്കുന്നു, ഞാൻ ജോസഫ് വിജയ് ആണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. അവിടെ വെച്ചിട്ടാണ് ആ ഒരു ട്വിസ്റ്റ് തുടങ്ങുന്നതെന്നാണ് വിചാരിക്കുന്നത്. 2019 വോട്ട് ചെയ്യാൻ വേണ്ടി സൈക്കിളിൽ പോകുക, അത് കഴിഞ്ഞിട്ട് ഒരക്ഷരം അന്ന് വിജയ് പറയുന്നില്ല. പക്ഷെ ആ വോട്ടിന് സൈക്കിളിൽ പോകുന്ന സമയത്ത് അതൊരു രാഷ്ട്രീയ പ്രവേശനമായിരിക്കും എന്ന തരത്തിലുള്ള വലിയ ഒരു ചർച്ചകൾ അവിടെ തുടങ്ങുകയാണ്. അത് കഴിഞ്ഞിട്ട് സർക്കാർ വരുന്നു. സർക്കാരിൻ്റെ കണ്ടന്റ് പരിപൂർണമായിട്ട് പൊളിറ്റിക്സ് ആണ് സർക്കാരിൻ്റെ കണ്ടന്റ്. ആ ഒരു പടമാണ് വിജയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഫുൾ പൊളിറ്റിക്കൽ ഒരു ജോണർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ വിജയ് എന്താണ് പറയുന്നത്? ഫ്രീ ആയിട്ട് ആൾക്കാർക്ക് സാധനങ്ങൾ കൊടുക്കുന്നു, സൗജന്യമായിട്ട് സാധനങ്ങൾ കൊടുക്കുന്നു. അതിനെതിരെയാണ് ആ പടം മുഴുവൻ പറഞ്ഞത്. നമുക്കറിയാം തമിഴ്നാട്ടിലെ ഒരു സിസ്റ്റം, അതെല്ലാം കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തമിഴ്നാട്. അപ്പം വിജയ് ആരെയാണ് ഉദ്ദേശിച്ച് പറഞ്ഞത് എന്നൊക്കെ ഭയങ്കര ക്ലിയർ ആയിട്ട് വ്യക്തമാകുന്ന ഒരു സാഹചര്യം. അതിനിടയിൽ DMK വലിയ വിജയം നേടുമ്പോൾ വിജയ് അഭിനന്ദിക്കുന്നു, 2 കക്ഷികളെ അഭിനന്ദിക്കുന്നു, നാം തമിഴർ കക്ഷി, പിന്നെ വിടുതലൈ ചിരുതൈ കക്ഷി. ഈ രണ്ടാമത്തത് വിടുതലൈ ചിരുതൈ കക്ഷി DMKയുടെ ഭാഗമാണ്. അപ്പോൾ ആർക്കൊപ്പമാണ് വിജയുടെ സ്റ്റാൻഡ്? ഇത് പോലും പ്രേക്ഷകർ പോലും ഉറ്റുനോക്കുന്ന ഒരു സ്ഥിതി വരുന്നു. അതിനുശേഷം ലിയോ വരുന്നു. ലിയോ വരുമ്പോൾ ലിയോയിൽ പാട്ട് വരികയാണ്, നാൻ റെഡി താൻ എന്ന പാട്ടാണ് വരുന്നത്. അപ്പോൾ ആ പാട്ട് റെഡി ടു കം ടു ദ പൊളിറ്റിക്സ്, വിജയ് എത്തുകയാണ്, അതിനുള്ള എല്ലാ ഉത്തരവുമാണ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു പ്രേക്ഷകര് തമിഴ്നാട്ടിലെ MGRനെ പോലെ ജയലളിതയൊക്കെ പോലെ, നമുക്കറിയാം രജനീകാന്തും കമലഹാസനും ഒന്നും അതിലേക്ക് വരാൻ കഴിഞ്ഞില്ല, നേരത്തെ ചന്ദ്രകാന്തൊക്കെ പറഞ്ഞ കാര്യമാണ്, അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ആ ലിയോയിലെ ആ പാട്ട് വന്നപ്പോൾ അത് ഏറ്റെടുക്കുന്ന ഫാൻ ബേസ് വിജയുടെ പൊളിറ്റിക്കൽ എൻട്രി അത്രയും ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ലിയോ ഒരു മാസീവ് ഹിറ്റ് ആയതിന് പിറകിൽ ആ പാട്ടിന് കാര്യമുണ്ട്, ആ ഒരു ഹിഡൻ ഡയലോഗിനൊക്കെ കാര്യമുണ്ട്. ഇനിയിപ്പോൾ ദ ഗോട്ട് വരുമ്പോൾ അച്ഛനും മകനുമായിട്ട് ഡബിൾ റോളിൽ ഒരു പടം, ദളപതി 69 എച്ച് വിനോദ് ഒരു 6 ദിവസം മുമ്പ് അപ്ഡേറ്റ് വരികയാണ്. 200% വിജയ ചിത്രം എന്ന് പറയുമ്പോൾ അതിൽ പൊളിറ്റിക്കൽ കണ്ടന്റ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഉറ്റുനോക്കേണ്ടത് അവസാന ചിത്രം ദളപതി 69 ആണെങ്കിൽ അത് ഒരു ഫുൾ പൊളിറ്റിക്കൽ പടമായിരിക്കുമോ, അതിനകത്ത് വരുന്ന ഡയലോഗുകൾ ആരെ ഉദ്ദേശിച്ചിട്ടായിരിക്കും? ഈ നേരത്തെ പറഞ്ഞ പോലെ എങ്ങോട്ടാണ് പോകുന്നത്, അലയൻസ് ആയിരിക്കുമോ, ഒറ്റയ്ക്കായിരിക്കുമോ നിൽക്കുക? എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ വിജയ് വ്യക്തമാക്കുകയായിരിക്കും. DMK ഒപ്പമാണോ, ADMK പകരമാണോ, അവർക്കൊപ്പമാണോ, മറ്റൊരു കക്ഷിയാകുമോ, സ്റ്റാലിനെ ഒപ്പം നിൽക്കുമോ, മറിച്ച് നിൽക്കുമോ? ഇതൊക്കെ സിനിമയിലൂടെ വിജയ്
കൊടുക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പം ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് നഷ്ടമാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ. പക്ഷേ സ്റ്റിൽ രാഷ്ട്രീയത്തിൽ വിജയമുള്ള കാലത്തോളം തമിഴ് സിനിമയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിലേക്ക് കയറിപ്പോകുമ്പോഴും സിനിമയിൽ നിന്ന് ആരെയും അവർ നഷ്ടപ്പെടുന്നില്ല. ആ തരത്തിൽ ഞാനടക്കമുള്ള ആരാധകർക്ക് ആശ്വസിക്കാം എന്നാണ് തോന്നുന്നത്. വിജയുടെ ഇതുവരെ ഇറങ്ങിയ സൂപ്പർ ചിത്രങ്ങൾ കണ്ട ഒരുപക്ഷെ അപർണയെ പോലെയുള്ള ആരാധകർക്ക് ഇനിയുള്ള കാലം സിനിമയിൽ വിജയെ കാണേണ്ടി വരുമെന്ന് വേണം കരുതാൻ. നമുക്ക് ധന്യ രാജേന്ദ്രനിലേക്ക്